ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീടിന് പുറത്തു പോയിട്ട് മുടി വെട്ടുന്നതിനും ഷേവ് ചെയ്യുന്നതിനുമൊക്കെ വിഷമിക്കുന്നവർക്ക് പറ്റിയ രീതിയിലുള്ള ഗ്യാരണ്ടി ഉള്ളതും ഇല്ലാത്തതുമായ കുറച്ച് ഹെയർ ട്രിമ്മറുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇതിൽ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ്റ്റർ ലൈറ്റിൻ്റെ MR6012 എന്ന മോഡലിലുള്ള ഒരു ഹെയർ ട്രിമ്മറാണ്. ഇത് വാറണ്ടി ഉള്ളതാണ്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം, ഇതിനകത്ത് ട്രിമ്മറുണ്ട്, അതുപോലെ അതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ ബേസ് ഉണ്ട്, അതുപോലെ പല വലിപ്പത്തിലുള്ള കോമ്പുകളുണ്ട്, അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, ഓയിൽ, അങ്ങനെയുള്ള എല്ലാം ഈ ഒരു ബോക്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഇതിൻ്റെ യൂസർ മാനുവൽ, അതുപോലെ വാറണ്ടി കാർഡ് എന്നിവയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന യൂസർ മാനുവലിൽ ഇതിൻ്റെ എല്ലാവിധ ഉപയോഗക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രോഡക്റ്റ് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അതിൻ്റെ വാറണ്ടി കാർഡും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റിന് കേരളത്തിൽ എവിടെയെല്ലാം സർവീസ് സെൻ്ററുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വാറണ്ടി കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാറണ്ടി കാർഡ് എടുത്തതിൻ്റെ താഴെയായിട്ടൊരു ചീർപ്പും കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് മീശയൊക്കെ ചീകി വെക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് മിസ്റ്റർ ലൈറ്റിൻ്റെ MR6012 എന്ന മോഡലിലുള്ള ഹെയർ ട്രിമ്മർ. ഇതിൻ്റെ സ്വിച്ചിൽ ടേപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ടേപ്പ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. റീചാർജബിൾ ബാറ്ററിയുള്ള ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും ആദ്യം ഫുൾ ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചാർജറിലേക്ക് ഈ ഒരു ട്രിമ്മർ ഇറക്കി വെക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ചാർജിങ് സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ചാർജർ പ്ലഗ് ചെയ്യുകയാണ്. ഈ ചാർജറിൻ്റെ ആ ഒരു ബേസിലേക്ക് നമ്മൾ ഈ ട്രിമ്മർ ഇറക്കി വെച്ചിട്ടുണ്ട്. ചാർജ് കയറുന്നതായിട്ട് ട്രിമ്മറിൽ ഒരു റെഡ് ഇൻഡിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 45 മിനിറ്റ് വരെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് കുറേ നേരത്തേക്കുള്ള ഉപയോഗമൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇതുപോലെ ചാർജിങ്ങിൽ ഇട്ടുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ഈ ബേസിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ ഇതിന് ചാർജിങ് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും ഉപയോഗം തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ ഉപയോഗിക്കുന്നതിൻ്റെ ഇടക്കുമെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബ്ലേഡുകൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് മുടിയെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ഓയിൽ ഈ ബ്ലേഡിൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മുടിയൊക്കെ കുടുങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റക്ക് ആവുന്നതിനും നമുക്ക് ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീരുന്നതിനുമൊക്കെ കാരണമാവും. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപകരണം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന കോമ്പുകൾ വ്യത്യസ്ത വലുപ്പങ്ങളിലുള്ളവയുണ്ട്. നമുക്ക് എത്ര അളവിലാണോ ഹെയർ കട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള കോമ്പുകൾ ഇതിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കോമ്പും ഉണ്ട്, ഫിക്സഡ് വലുപ്പത്തിലുള്ള കോമ്പുകളും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ഫിക്സഡ് കോമ്പുകളാണ്. ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഇതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഹെയർ കട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ഇത് നമുക്ക് ഇതുപോലെ നീക്കിക്കൊണ്ട് ഇതിൻ്റെ വലിപ്പം, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ഹെയറിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ കാണിച്ച മിസ്റ്റർ ലൈറ്റിൻ്റെ ഇതേ മോഡൽ തന്നെ വേറെ ബ്രാൻഡുകളിലും നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കെൽഹോം എന്ന് പറയുന്ന ബ്രാൻഡും വാറണ്ടി ഉള്ളത് തന്നെയാണ്. ഇവ തമ്മിൽ ബ്രാൻഡിനനുസരിച്ച് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് മാത്രമാണ്. ബാക്കിയെല്ലാം സെയിമാണ്. നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ കളറിൽ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോമ്പുകളും ചാർജറുകളും എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് ഏകദേശം 900 രൂപ റേഞ്ചിലൊക്കെയാണ് വില വരുന്നത്. ഇനി മിസ്റ്റർ ലൈറ്റിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് മോഡൽ കാണിക്കാം. ഇതിലെ കോമ്പ് ഊരിയെടുത്ത് സാധാരണ ട്രിമ്മറുകൾ പോലെ തന്നെ ഏറ്റവും ചെറുതാക്കിയിട്ട് വെട്ടുന്നതിനും അതുപോലെ ഈ കോമ്പ് ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ നോബ് തിരിക്കുന്നതിനനുസരിച്ച് കോമ്പിൻ്റെ വലിപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്തിൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ട്രിമ്മറും വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലെ കോമ്പ് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വലിപ്പത്തിൽ മാറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഒരു സ്വിച്ച് ഉള്ളത്. അത് താഴേക്ക് നീക്കി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിപ്പം അവിടെ ലോക്കാവും. പിന്നീട് ഈ നോബ് വർക്ക് ചെയ്യുകയില്ല. അത് തിരിച്ചാക്കിയാൽ മാത്രമാണ് നമുക്ക് വീണ്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വ്യത്യസ്ത വലുപ്പത്തിലുള്ള 2 കോമ്പുകൾ ഈ ട്രിമ്മറിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഈ ട്രിമ്മറിന് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ചാർജർ അല്ല ഉള്ളത്. ഇതിന്റെ കൂടെയുള്ളത് ഒരു USB കേബിൾ ആണ്. അത് ട്രിമ്മറിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് ഒരു USB ചാർജർ വഴി ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടെ ചാർജർ ലഭിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് അത്രയും വാറണ്ടിയുള്ള ട്രിമ്മറുകളാണ്. ഇനി ഞാൻ ഈ കാണിക്കുന്നത് HTCയുടെ വാറണ്ടി ഇല്ലാത്ത എന്നാൽ അത്യാവശ്യം നിലവാരമുള്ള ട്രിമ്മറുകളാണ്. ഇവയുടെ വ്യത്യസ്ത മോഡലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. വാറണ്ടി ഉള്ളതിനെ അപേക്ഷിച്ച് വില കുറഞ്ഞതാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. വാറണ്ടി ഇല്ലാത്തതിൽ തന്നെ വേറെയും ഒരുപാട് നല്ല ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന കെമിയുടേത് അതിൽപ്പെട്ട ഒന്നാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാർജ് നിൽക്കും. അതുപോലെ ഇതിൽ ബാറ്ററിയുടെ ശതമാനം അതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള കോമ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീഡിയോയിൽ കാണിച്ച പോലത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്കുകളും ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകളുമെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം ട്രിമ്മറുകൾ കേടായി കഴിഞ്ഞാൽ സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്